Today's topic is types of exams in nursing. So, nursing എന്തൊക്കെ types of exams ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ആ ടൈപ്സ് മനസ്സിലാക്കിയാണ് നമുക്ക് NCLEX ആഴൻ മറ്റ് എക്സാംസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കാനുള്ള റീസൺ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മേജർ ആയിട്ടും 2 ടൈപ്സ് ഓഫ് എക്സാംസ് ആണ് ഉള്ളത് നഴ്സിംഗിൽ. ഓക്കെ, സോ അതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് എക്സാം നമ്മൾ കുറെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഫെമിലിയർ ആണ്, ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആണ്, അത് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കണേന്ന് നമുക്ക് ഫെമിലിയർ ആണ്. എന്നാലും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം, ആ ടൈപ്പ് ഓഫ് എക്സാം. ഓക്കെ, ഡയറക്ട്ലി നമ്മൾ എൻട്രക്സിന്റെ കാറ്റഗറി പോകാതെ ആ ടൈപ്പ് ഓഫ് എക്സാം കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ലെറ്റ്സ് സീ വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ടൈപ്പ്. ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് കോൾഡ് അക്കാഡമിക് ടെസ്റ്റസ്. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എക്സാം ആണിത് അല്ലേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ്, പാറ്റേൺ, സ്റ്റൈൽ ഒക്കെ നമ്മൾ ഒരുപാട് ഫെമിലിയർ ആണ്. കാരണം നമ്മുടെ എക്സാംസ് എല്ലാം മെയിൻ ആയിട്ടും ഈ കാറ്റഗറി വരുന്നതായിരുന്നു അല്ലേ. നമുക്ക് നോക്കാം. ദിസ് ഇസ് ഓൾസോ കോൾഡ് കോണ്ടന്റ് ബേസ്ഡ് ഓർ നോളജ് ബേസ്ഡ് ടെസ്റ്റസ്. അപ്പൊ ഇതിലെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെയോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ നോളജ് പ്യൂർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ ആണ് ഈ എക്സാംസ് ഒക്കെ അവർ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഫോക്കസ് ഓൺ റീകോൾ ഓഫ് ഇൻഫർമേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ആദ്യം ഒരു സ്കില്ല് മാത്രം അപ്ലൈ ചെയ്താൽ മതി. റീകോൾ ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഈ എക്സാംസ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ദ നഴ്സിംഗ് ഡിഗ്രി എക്സാംസ്. നോക്കിക്കേ, നഴ്സിംഗ് ഡിഗ്രി എക്സാംസ് ഒക്കെ നമ്മൾ എഴുതിയേക്കുന്നത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചു, നമ്മളത് പേപ്പറിൽ പ്രസന്റ് ചെയ്തു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പ്രസന്റ് ചെയ്തു. അങ്ങനെയല്ല നമ്മൾ ഈ എക്സാംസ് എല്ലാം എഴുതിയേക്കുന്നത് അല്ലേ. അപ്പൊ ഡിഗ്രി എക്സാംസും അതുപോലെ യൂണിവേഴ്സിറ്റി ഫൈനൽസ് എല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ലെറ്റ്സ് സീ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിനകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഞാൻ കോമൺ ആയിട്ട് എടുത്തേക്കുന്ന 2 എക്സാം ടൈപ്സും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് ഹൈപ്പർ ടെൻഷൻ. നമുക്ക് നോക്കാം ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് ഈ അക്കാഡമിക് ടെസ്റ്റസ് നമ്മളോട് ചോദിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ? അല്ല, അങ്ങനെയല്ല. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ, വാട്ട് ഈസ് ഡയബറ്റീസ് മെലിറ്റസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. ഓർ റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ മാനേജ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. or what are the differences between so and so. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെസ്റ്റസിൽ വരുന്നത്. നമുക്ക് നോക്കാം കീവേഡ് എന്താണെന്നുള്ളത്. ദീസ് ടെസ്റ്റസ് മെയിൻലി ചെക്ക് വോട്ട് യു ക്യാൻ റിമെമ്പർ. നിങ്ങൾക്ക് എന്തോരം മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ എന്തോരം തിയററ്റിക്കൽ നോളജ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എക്സാം ടൈപ്പ് ആണ് അക്കാഡമിക് ടെസ്റ്റസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈസിയാണ് അല്ലെ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ ഒരുപാട് ഭയങ്കര ഡീപ്പായിട്ട് ഇതിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടൈപ്പ്. See, the next type is called competency based tests. ഇതാണ് ശരിക്കും റിയൽ ഗെയിം അല്ലേ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ എക്സാം വരുന്നത്. NCLEX ആണ് കണ്ടോ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ കാറ്റഗറിയിൽ എന്തായാലും പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്പീറ്റൻസി മീൻസ് നിങ്ങൾക്ക് കുറച്ച് സ്കിൽസ് വേണം അല്ലെ. അവർ സ്കിൽസ് ആണ് അസസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്യൂർലി തിയററ്റിക്കൽ നോളജ് മാത്രമല്ല അസസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ നോളജ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളാണ്, കുറെ സ്കിൽസ് ഇവിടെ അസസ് ചെയ്യുന്നുണ്ട്. സ്കിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതോറും പറഞ്ഞുതരാം. ഓക്കെ, സോ ഡെഫിനേഷൻ എന്താണ്? ടെസ്റ്റസ് ദാറ്റ് ഇവാലുവേറ്റ് യു ഇൻ എ മോർ പ്രാക്ടീസ് ഓറിയന്റഡ് വേ. എന്ന് വെച്ചാൽ എന്താണ്? കൂടുതലും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടിക്കൽ സെറ്റിംഗിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സിനാരിയോ തരും, റിയൽ വേൾഡ് സിനാരിയോ. അതനുസരിച്ച് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളൊരു നഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ സെറ്റിംഗിൽ എങ്ങനെ ആക്ട് ചെയ്യും, അല്ല നിങ്ങളുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ നിങ്ങൾ സേഫ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് നിങ്ങളോട് ചോദിക്കുന്ന കൈൻഡ് ഓഫ് എക്സാംസ് ആണ് കമ്പീറ്റൻസി ബേസ്ഡ് ടെസ്റ്റസ്. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞ പോലെ NCLEX ആൻഡ് ഓസ്കി. അപ്പൊ ഈ ഓസ്കി കുറച്ചും കൂടി പ്രൊസീജിയർ ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുണ്ട്. NCLEX ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. NCLEX എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. നമുക്ക് ഇനി NCLEX ആണിൽ ഫോക്കസ് ചെയ്യാം. NCLEX ആണിൽ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് നമുക്ക് കാണാം. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പോടെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ എക്സാമ്പിൾ. ഇറ്റ് ഈസ് എ സിനാരിയോ. ഓക്കെ,